വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1049/2024 എന്ന ചോദ്യപേപ്പറാണ് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും കൂടി ഒന്ന് സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. The procedure regarding the election of president, vice president, etc. by the members of the committee is specified in the procedure regarding എലക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും എലക്ഷനുമായി ബന്ധപ്പെട്ട മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി സ്പെസിഫൈ ചെയ്യുന്നത് ഏത് റൂളിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റൂൾ 44, സെക്ഷൻ 44, റൂൾ 43, സെക്ഷൻ 43 ഇതാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. റൂൾ 44 എന്താണ്? റൂൾ 44 എന്താണ് പറയുന്നത്? റൂൾ 44 പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഓഫ് കമ്മിറ്റിയാണ് പറയുന്നത്. റൂൾ 44 പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് കമ്മിറ്റിയാണ്, മെമ്പർഷിപ്പ് ഓഫ് കമ്മിറ്റിയാണ് പറയുന്നത്. പിന്നെ സെക്ഷൻ 44 നമ്മുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നീട് വരുന്നത് റൂൾ 43 ആണ്. റൂൾ 43 പിന്നീട് വരുന്നത്. റൂൾ 43 എലക്ഷൻ ഓഫ് പ്രസിഡൻ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത് റൂൾ 43 കേട്ടോ. റൂൾ 43 എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എന്നിവരെ കുറിച്ച് പറയുന്നത്. പിന്നെ സെക്ഷൻ 43 എന്താണ്? സെക്ഷൻ 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ് ആണ്. അപ്പോൾ റൂൾ 44 എന്താണ്? റൂൾ 44 പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഓഫ് കമ്മിറ്റിയാണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയണത്. കമ്മിറ്റിയിലെ മെമ്പർഷിപ്പ് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയണത്. സെക്ഷൻ 44 വരുന്നത് PSPF ആണ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണ്. റൂൾ 43 എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ബൈ ദ കമ്മിറ്റി മെമ്പേഴ്സ്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പറയുന്നത് റൂൾ 43 കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? റൂൾ 43 ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കി. അപ്പോൾ ഇതിലത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജിവെക്കുമ്പോഴും അങ്ങനെ ഒരു എലക്ഷൻ, രാജിവെച്ച് കഴിഞ്ഞാലും പിന്നെ വീണ്ടും ഒരു എലക്ഷൻ ആവശ്യമായി വരും അല്ലേ. അതുപോലെ കാഷ്വൽ വാക്കൻസി ഉണ്ടായാലും പുതിയ ആളെ തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ 15 ദിവസം വാക്കൻസി ഉണ്ടായത് മുതൽ 15 ദിവസത്തിനകം കമ്മിറ്റിയിൽ ഒരു റെസല്യൂഷൻ പാസ്സാക്കണം. എന്നിട്ട് പിന്നെ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയാണ് വേണ്ടത്. ഓക്കെ, 7 ദിവസത്തിനകം ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും? പ്രിസൈഡിങ് ഓഫീസറിനെ അപ്പോയിൻ്റ് ചെയ്യും. അങ്ങനെ മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ടാണ് എലക്ഷൻ കണ്ടക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് റൂൾ 43 പറയുന്നത് കേട്ടോ. റൂൾ 43 അതാണ് പറയണത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റൂൾ 43A പറയുന്നുണ്ട് കേട്ടോ. റൂൾ 43 പോലെ തന്നെ റൂൾ 43A കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. 43A ഈ ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ 43 പറഞ്ഞപ്പോൾ 43A കൂടി പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റിനെ നോൺ കോൺഫിഡൻസ് മോഷൻ വഴി പുറത്താക്കുന്നതിനെ കുറിച്ചിട്ടാണ് 43A പ്രതിപാദിക്കുന്നത്. അതായത് പുറത്താക്കുമ്പോൾ 1/3 ടോട്ടൽ മെമ്പേഴ്സിൻ്റെ കമ്മിറ്റിയുടെ 1/3 അംഗീകാരം വേണം. എന്നിട്ട് അവർ റെസല്യൂഷൻ പാസ്സാക്കിയിട്ട് ആർക്ക് കൊടുക്കുക? RCSന് സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ആരെ? പ്രസിഡൻറ്റിനെയോ വൈസ് പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ റിമൂവ് ചെയ്യാൻ വേണ്ടി അവിശ്വാസ പ്രമേയം വഴിയാണ് പുറത്താക്കുക. അതാണ് നോൺ കോൺഫിഡൻസ് മോഷൻ വഴി പുറത്താക്കുമ്പോൾ അത് RCSന് കൊടുക്കും. ഈ നോട്ടീസ് ലഭിച്ച് 30 ദിവസത്തിന് അകം അദ്ദേഹം ഒരു RCS ഇത് നടത്താൻ വേണ്ടിയിട്ടൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയാണ് ചെയ്യുക, ഒരു ഓഫീസറെ നിയമിക്കും. ഈ ഓഫീസർ വന്നിട്ടാണ് പിന്നെ മീറ്റിംഗ് കൺവീൻ ചെയ്യുക കേട്ടോ. 15 ദിവസത്തിന് നോട്ടീസ് കൊടുക്കണം. ഈ എല്ലാ മെമ്പേഴ്സിനും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സിനൊക്കെ 15 ദിവസത്തിനകമുള്ള 15 days ക്ലിയർ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. എന്നിട്ട് അദ്ദേഹമാണ് ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആൾക്കാർ പകുതി വരണം. ഇപ്പോൾ എത്ര പേരാണോ 1/3 ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ,
അംഗീകരിച്ചാൽ മാത്രമാണ് നമ്മൾ RCSന് കൊടുക്കുക, റെസല്യൂഷൻ കൊടുക്കുക ഈ നോൺ കോൺഫിഡൻസ് മോഷൻ്റെ. അതിൻ്റെ പകുതി പേര് വന്നു കഴിഞ്ഞാൽ യോഗം ആരംഭിക്കും. ഡിസ്കഷനൊക്കെ നടത്തും. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് ശരിയെന്താണൊക്കെ ചർച്ച ചെയ്യാം, വോട്ടിടാം. അങ്ങനെ അവിശ്വാസം പാസ്സായി എന്ന് വിചാരിക്കുക. അവിശ്വാസം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസത്തിനകം അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കും കേട്ടോ. സ്വയം പുറത്തു പോയില്ലെങ്കിൽ പുറത്താക്കും. ഇനി പകുതി ആൾക്കാർ വന്നില്ല എന്ന് വിചാരിക്കാം. പകുതി ആൾക്കാർ വന്നില്ലെങ്കിൽ ഈ മീറ്റിംഗ് ക്യാൻസൽ ആയതായി പ്രഖ്യാപിക്കും. പക്ഷേ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ ഇല്ല. ക്യാൻസൽ ആയതായി പ്രഖ്യാപിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു സംഭവം, ആ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ആളുകൾ വരാത്തതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇല്ല, പിന്നെ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. അതാണ് കാര്യം. ഇനി ഈ 2 നോൺ കോൺഫിഡൻസ് മോഷൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 6 മാസമായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രസിഡൻ്റ് അധികാരം ഏറ്റെടുത്തിട്ട് 6 മാസത്തിനകം തന്നെ അദ്ദേഹത്തിന് ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ്റെ നോട്ടീസ് കൊടുക്കാൻ പാടില്ല. 6 മാസം എന്തായാലും ആദ്യത്തെ 6 മാസം അദ്ദേഹത്തിന് എന്ത് ഒഫൻസ് ഉണ്ടെങ്കിലും കൊടുക്കാൻ പാടില്ല. അങ്ങനൊരു അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞൊരു സംഭവം ആദ്യത്തെ 6 മാസം ഉള്ളൊരു പ്രൊവിഷൻ ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് 43 പറയുന്നത്. എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ബൈ ദ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ നടപടിക്രമങ്ങളാണ്. രാജിവെച്ചാലും കാഷ്വൽ വേക്കൻസി ഉണ്ടായാലും പുതിയ ആളിനെ തിരഞ്ഞെടുക്കണം. 15 ദിവസത്തിനകം, വേക്കൻസി ഉണ്ടായിട്ട് 15 ദിവസത്തിനകം കമ്മിറ്റി കൂടി റെസല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. 7 ദിവസത്തിനകം അവർ അപ്പോയിൻ്റ് ചെയ്യും. അപ്പോൾ അവർ 7 ദിവസത്തിനകം മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ട് ഇലക്ഷൻ നടത്തും എന്നാണ് പറയണത്. അതാണ് 43 പറയണത്. 43മായി ബന്ധപ്പെട്ടതാണ് 43A, റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. അതാണ് ഈ ഒരു ഭാഗത്ത് പറയണത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ആസ് പെർ റൂൾ 64B, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൾ നോട്ട് ബി പബ്ലിഷ്ഡ് ഇൻ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യേണ്ടാത്തത് എന്നാണ്. ഷോൾ നോട്ടാണല്ലോ വന്നിരിക്കുന്നത്. കോപ്പി ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിലേതാണ് 64B എന്താണെന്ന് ആദ്യം അറിയണം. 64B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ടാണ്. 64B എന്ന് കഴിഞ്ഞാൽ കേട്ടോ ഓഡിറ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി ഷാൾ പബ്ലിഷ് ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ദ കോപ്പി ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് ഇതിലുണ്ട്. കോപ്പി ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം? നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണം. പിന്നീട് പറയുന്നത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഫോർ ദ ഇയർ, R&D എന്ന് പറയുമല്ലോ, അതും വേണം. R&D വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ R&Dയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ R&D വേണമെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. R&D ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ബാലൻസ് ഷീറ്റ് ഇൻ ദ മാനർ സ്പെസിഫൈഡ് ബൈ ദ DCA. ഇത് ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ. ആർക്ക് വേണമെങ്കിലും, മെമ്പർ ഓഫ് ദ സൊസൈറ്റി, ആർക്ക് വേണമെങ്കിലും അല്ല കേട്ടോ, മെമ്പർ ഓഫ് ദ സൊസൈറ്റിക്ക് ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. The summary of the audit memorandum shall also be read out at the general body of the meeting of the society. ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൻ്റെ സമ്മറിയും എന്ത് ചെയ്യും? ഈ ജനറൽ ബോഡിയിൽ വായിച്ച് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൊസൈറ്റി എന്ത് ചെയ്യണം? പബ്ലിഷ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്തെല്ലാം പബ്ലിഷ് ചെയ്യണം? ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം, സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ്, R&D വേണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണം, ബാലൻസ് ഷീറ്റ് ആസ് സ്പെസിഫൈഡ് ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ മാനർ, ആര് പറഞ്ഞത് പ്രകാരം? DCA പറഞ്ഞത് പ്രകാരം. പിന്നെ ഇതെല്ലാം ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ബൈ എനി മെമ്പർ ഓഫ് ദ സൊസൈറ്റി എന്നാണ് പറയണത്. പിന്നെ ദ സമ്മറി ഓഫ് ദ ഓഡിറ്റ് മെമ്മോറാണ്ടം ഷോൾ ഓൾസോ ബി റീഡ് ഔട്ട് അറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ടാണ് ഇല്ലാത്തത്. കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ടിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ടാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ബാക്കിയെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ടിന് പകരം നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത് R&Dയുടെ കോപ്പി വേണം എന്നാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റ് മെമ്മോറാണ്ടം
ജനറൽ ബോഡിയിൽ വായിച്ച് കേൾപ്പിക്കുകയും വേണം. അങ്ങനെ ഒരു പ്രൊവിഷനും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദ സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 KCS ആക്ട് 1969 എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. സെക്ഷൻ 66 സൂപ്പർവിഷനിൽ എന്തെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദ സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 ഓഫ് ദ KCS ആക്ട് 1969 ഇൻക്ലൂഡ്. ഓപ്ഷൻ എ ആയിട്ട് പറയണത് ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി. പിന്നെ ബി പറയണത് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്. സി പറയണത് വാലുവേഷൻ ഓഫ് അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി. ഡി പറയണത് ഓൾ ഓഫ് ദി എബവ്. ഇവയിലെല്ലാം. അപ്പോൾ ഇതിലെന്തെല്ലാമാണ് സെക്ഷൻ 66 സൂപ്പർവിഷൻ്റെ ഭാഗം ആക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ് കേട്ടോ. സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. 66 1 പറയുന്നുണ്ട് RCS ബൈ ഹിംസെൽഫ് അല്ലെങ്കിൽ ഓർ ബൈ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഷോൾ മേക്ക് എ സൂപ്പർവിഷൻ ഓർ ഇൻസ്പെക്ഷൻ ഇൻ എനി സൊസൈറ്റി ആസ് പെർ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ. ജനറൽ ഓർഡറിലോ സ്പെഷ്യൽ ഓർഡറിലോ RCSന് സ്വയം അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഓതറൈസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂപ്പർവിഷനോ ഇൻസ്പെക്ഷനോ നടത്താനുള്ള അധികാരമുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് 66 2 പറയുന്നുണ്ട് ഒരു ഡെപ്പോസിറ്റർ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർ ആപ്ലിക്കേഷൻ നൽകുകയാണെങ്കിലും എന്ത് ചെയ്യാം? സൂപ്പർവിഷനോ ഇൻസ്പെക്ഷനോ കണ്ടക്ട് ചെയ്യാം ബൈ ആൻ ആപ്ലിക്കേഷൻ ഓഫ് ദ ക്രെഡിറ്റർ ഓർ ഡെപ്പോസിറ്റർ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് 66 3 പറയുന്നത് ഇൻസ്പെക്ഷൻ ഈസ് അക്കോർഡിംഗ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ക്രെഡിറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിനൊരു കോപ്പി കൈമാറണം. കോപ്പി ഓഫ് ദ റിപ്പോർട്ട് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഹിം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ്, ക്രെഡിറ്റർ ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങനെ ഇൻസ്പെക്ഷന് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് കോപ്പി കൊടുക്കണം. പിന്നെ ഈ ഒരു ഇൻസ്പെക്ഷൻ ഉദ്യോഗസ്ഥന് ഫ്രീ ആക്സസിബിലിറ്റി ഉണ്ട്. എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കിട്ടാനുള്ള ഫ്രീ ആക്സസിബിലിറ്റി ഈ ഒരു ഇൻസ്പെക്ഷൻ ഉദ്യോഗസ്ഥൻ ഉണ്ട് എന്ന് പറയുന്നു. എംപ്ലോയീസ് സഹകരിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പണിഷബിൾ ആണ്. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 94 ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ്. അതിന് പ്രകാരം കൊടുത്തില്ലെങ്കിൽ ഒഫൻസസ് ഒക്കെ ലഭിക്കും. പിന്നെ RCSന് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയ പേഴ്സൺസിന് ആക്ഷൻസ് എടുക്കാനുള്ള അധികാരമുണ്ട്. ഇതിനെതിരെ ആരെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൺസേൺഡ് സ്റ്റാഫിനെതിരെ ആക്ഷൻ എടുക്കാം, ഫൈനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതിനൊക്കെ ഈ ഒരു രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ ചുമതലപ്പെടുത്തുന്ന ഈ പോണ ഉദ്യോഗസ്ഥനോ കഴിയും. ഡെപ്പോസിറ്ററുടെ അപേക്ഷയിൽ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ CCUന് ഒരു നോൺ ഒഫീഷ്യൽ ബോഡി CCU എന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാം? ഈ ഇൻസ്പെക്ഷനിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പെക്സ് ബോഡിയോ അല്ലെങ്കിൽ ഫെഡറൽ സൊസൈറ്റി, ഒരു അപ്പെക്സ് സൊസൈറ്റിക്കോ ഫെഡറൽ സൊസൈറ്റിക്കോ ഫിനാൻസിങ് ബാങ്കിനോ പവറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇൻസ്പെക്ഷൻ നടത്താൻ. അവരിൽ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ അവരുടെ താഴത്തുള്ള സൊസൈറ്റികളിൽ, പ്രൈമറി സൊസൈറ്റികളിൽ ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരം അപ്പെക്സ് സൊസൈറ്റിക്ക് ഉണ്ട്, ഫെഡറൽ സൊസൈറ്റിക്ക് ഉണ്ട്, പിന്നെ ഫിനാൻസിങ് ബാങ്കിനും ഉണ്ട് എന്നാണ്. അവർക്കും ആക്സസിബിലിറ്റി ഉണ്ട്. ബുക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് കിട്ടാനുള്ള സമൺസ് അയക്കാം. ആ ഉദ്യോഗസ്ഥർക്ക് സമൺസ് അയക്കാം. എന്നിട്ട് പിന്നെ ആക്ഷൻസ് എന്താണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് RCSന് റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്തു പറയുന്നുണ്ട്? 66 ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതാണ് സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ ഒരു എന്താണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ഉണ്ടോ, പിന്നെ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി ഉണ്ടോ, ഓൾ ഓഫ് ദി എബവ് ആണോ? അല്ല, ഇവിടെ ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് മാത്രമാണ് പറയണത്. ഈ ഒരു സെക്ഷനിൽ 66 പറയണത് ഇൻസ്പെക്ഷൻ ഓഫ് ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി മാത്രമാണ്. മറ്റതൊക്കെ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് A ആണ് കേട്ടോ. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് A ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, രജിസ്ട്രാർ മേ ഇഷ്യൂ ആൻ ഓർഡർ ഓഫ് എൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഓഫ് ദ KCS ആക്ട് 1969. രജിസ്ട്രാർ സെക്ഷൻ 65 പ്രകാരം ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. സെക്ഷൻ 65 പ്രകാരം ആരാണ് ഓർഡർ പുറപ്പെടുവിക്കുന്നത്? രജിസ്ട്രാർ ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 65 എന്താണെന്ന് നോക്കണം. സെക്ഷൻ 65 എന്താണ്? ഇൻക്വയറി ബൈ RCS ആണ്, രജിസ്ട്രാറാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത് കേട്ടോ.
ഇപ്പം നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു, രജിസ്ട്രാർക്ക് പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കാനുള്ളത് പറഞ്ഞു. അതിൻ്റെ തുടർന്നിട്ടുള്ള അതിന് തൊട്ട് മുന്നേ ഉള്ള തന്നെയാണ് സെക്ഷൻ 65 പറയണത് കേട്ടോ. സെക്ഷൻ 65 രജിസ്ട്രാറുടെ എൻക്വയറിനെ സംബന്ധിച്ചിട്ടാണ് പറയണത്. അപ്പോൾ അത് ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ് കൊടുക്കുക എന്നാണ്. അപ്ലിക്കേഷൻ ഓഫ് എ മെമ്പർ ആണോ, അതോ ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണോ, ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ DCA ആണോ, നൺ ഓഫ് ദീസ് ആണോ, ഇവയിലൊന്നുമല്ലേ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റർക്ക് കൊടുക്കാം, അങ്ങനെ പല ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഏത് കേസിലാണ് എൻക്വയറി കണ്ടക്റ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എൻക്വയറി കണ്ടക്ട് ചെയ്യുന്ന കേസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ സ്ഥിരം പറയണത് രജിസ്ട്രാർ ഓൺ ഹിസ് ഓൺ മോഷൻ അല്ലേ. രജിസ്ട്രാർക്ക് സ്വയം ഹിസ് ഓൺ മോഷൻ വേണമെങ്കിൽ എൻക്വയറി കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഒരു എൻക്വയറി റിപ്പോർട്ട് വിജിലൻസ് ഓഫീസർ അണ്ടർ സെക്ഷൻ 68A പ്രകാരം വിജിലൻസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഉത്തരവിടാം. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ DCA ആണ് കേട്ടോ. DCAയുടെ സ്പെഷ്യൽ റിപ്പോർട്ട് പ്രകാരവും എന്ത് ചെയ്യാം, എൻക്വയറി കണ്ടക്ട് ചെയ്യാം. പിന്നെ പറയുന്നത് അപ്ലിക്കേഷൻ ബൈ ദ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓർ ബൈ നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ ക്വാറം ഫോർ ജനറൽ ബോഡി വിച്ച് എവർ ഈസ് ലെസ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കേസസ് പറയുന്നുണ്ട്. അപ്ലിക്കേഷൻ ബൈ ദ അപ്പെക്സ് സൊസൈറ്റി ഓർ ഫിനാൻസിങ് ബാങ്ക് ഇൻ വിച്ച് ദ സൊസൈറ്റി ഈസ് എ മെമ്പർ. അവർ മെമ്പറായ ഒരു അപ്പെക്സ് ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കോ ആവശ്യപ്പെടുകയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് മെമ്പർ എന്ന് പ്രകാരമാണ്, അതില്ല. പിന്നെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ റിപ്പോർട്ട് പ്രകാരമാണെന്ന് പറയുന്നുണ്ട്, അതുമല്ല. പിന്നെ അവിടെ ഉത്തരമായിട്ട് വരുന്നത് DCAയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ അതല്ലാതെ ബാക്കി കേസസ് പറയുകയാണെങ്കിൽ നമുക്ക് എന്തു പറയാം, രജിസ്ട്രാർക്ക് സ്വയം, അതായത് രജിസ്ട്രാർ ഹിസ് ഓൺ മോഷൻ. പിന്നെ പറയുന്നത് എൻക്വയറി റിപ്പോർട്ട് ബൈ ദ വിജിലൻസ് ഓഫീസർ ആസ് പെർ സെക്ഷൻ 68A പ്രകാരം. അപ്പോൾ വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട്, സ്പെഷ്യൽ റിപ്പോർട്ട് പ്രകാരം എൻക്വയറി കണ്ടക്ട് ചെയ്യാം. പിന്നെ പറയുന്നത് എങ്ങനെ മെമ്പേഴ്സ്, എങ്ങനത്തെ മെമ്പേഴ്സ്, ആപ്ലിക്കേഷൻ ബൈ ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി, അത് വേണം. പിന്നെ നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ കോറം ഓഫ് ദ ജനറൽ ബോഡി വിച്ച് എവർ ഈസ് ലെസ്. ഇവരിൽ കുറയാത്ത ആൾക്കാർ തന്നാൽ മാത്രമേ എന്തുള്ളൂ, എൻക്വയറിക്ക് ഒരു ഇതുള്ളൂ. പിന്നെ പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിക്കോ ഫിനാൻസിങ് ബാങ്കോ കൊടുക്കാം. പിന്നെ ഓർ ആൻ അപ്ലിക്കേഷൻ ഓഫ് ദ സൊസൈറ്റി ടു വിച്ച് ദ സൊസൈറ്റി ഈസ് കൺസേൺഡ് ഈസ് അഫിലിയേറ്റഡ് അതർ ദാൻ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി. ഇനി അപ്പെക്സ് സൊസൈറ്റിയിലോ മറ്റ് സെൻട്രൽ സൊസൈറ്റിയിലോ അല്ലാത്ത ഏതിലെങ്കിലും അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ആപ്ലിക്കേഷൻ പ്രകാരം എന്ത് ചെയ്യാം, എൻക്വയറി കണ്ടക്ട് ചെയ്യാം. അങ്ങനെ ഒരു എൻക്വയറി ഓഫീസറിനെ നിയമിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് എൻക്വയറി കണ്ടക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് കേസസ് പറയുന്നുണ്ട്. ഇതിൽ കൊടുത്ത കേസ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ DCA ആണ്. അപ്പോൾ അതായിട്ട് നമ്മൾ ഉത്തരമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും ഒരു കണ്ടീഷൻസിലാണ് ഇങ്ങനെ എന്ത് ചെയ്യുക, എൻക്വയറി കണ്ടക്ട് ചെയ്യുക എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എവറി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷോൾ എക്സസൈസ് ഹിസ് വോട്ട് ഇൻ പേഴ്സൺ. വോട്ട് ഇൻ പേഴ്സൺ ഇത് പ്രകാരമാണ് പറയുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. വോട്ട് ഇൻ പേഴ്സൺ. അപ്പോൾ നമ്മൾ സെക്ഷൻ 15 എന്താണെന്ന് നോക്കണം. സെക്ഷൻ 15 എന്തുമായി ബന്ധപ്പെട്ടതാണ്? സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സർട്ടൻ കേസസ് ആണ്. സർട്ടൻ കേസസിലാണ് എന്തു പറയുന്നത്, സെക്ഷൻ 15 പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ സർട്ടൻ കേസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തല്ല, അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെ പറയുന്നത് സെക്ഷൻ 25 ആണ്. സെക്ഷൻ 25 എന്താ പറയണത്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെത്ത് ഓഫ് ദ മെമ്പേഴ്സ് ആണ് 25. അപ്പോൾ അതും ഉത്തരമല്ല. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെത്ത് ഓഫ് മെമ്പേഴ്സ് ആണ്, അതായത് ലീഗൽ ഹയേഴ്സിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 25 പറയണത്. പിന്നെ അടുത്ത സെക്ഷൻ, 2 സെക്ഷൻ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെക്ഷൻ 20 ആണോ 21 ആണോ എന്ന്. സെക്ഷൻ 20 എന്താണ്? സെക്ഷൻ 20 ആണ് വോട്ട് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയണത്. അതായത് 1 മെമ്പർ 1 വോട്ട് എന്നൊക്കെ പറയണത് എവിടെയാണ്? സെക്ഷൻ 20 പക്ഷേ സെക്ഷൻ 21 ഇവിടെ ഉത്തരമായിട്ട് വരിക. സെക്ഷൻ 21 മാനർ ഓഫ് എക്സസൈസിങ് വോട്ട്. വോട്ട് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് പറയുന്ന മാനറാണ്
എന്ത് പറയണത് 21 പറയണത് കേട്ടോ, സെക്ഷൻ 21 പറയണത്. അപ്പോൾ അതിലാണ് പറയണത് എ മെമ്പർ ഹാവ് ടു എക്സസൈസ് ഹിസ് വോട്ട് ഇൻ പേഴ്സൺ ഓൺലി, നോ പ്രോക്സി ഈസ് അലൗഡ്, അല്ലെങ്കിൽ പ്രോക്സി ഈസ് നെവർ അലൗഡ് എന്ന് പ്രത്യേകം പറയുന്നത് എന്തിലാണ്? ആസ് പെർ സെക്ഷൻ 21 ആണ്. അപ്പോൾ അവിടെ ഉത്തരം സെക്ഷൻ 21 ആണ് കേട്ടോ. 20 വോട്ട് ഓഫ് മെമ്പേഴ്സ് തന്നെയാണ്. മെമ്പേഴ്സ് ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് സെക്ഷൻ 20 ആണെങ്കിലും സെക്ഷൻ 21 മാനർ ഓഫ് എക്സസൈസിങ് വോട്ട് എന്ന് പറയുന്നത് എ മെമ്പർ ഹാവ് ടു എക്സസൈസ് ഹിസ് വോട്ട് ഇൻ പേഴ്സൺ ആൻഡ് പ്രോക്സി നെവർ അലൗഡ് എന്ന് പറയുന്നത് സെക്ഷൻ 21 അതുകൊണ്ട് തന്നെ നമ്മൾ സെക്ഷൻ 21 ഇവിടെ ഉത്തരമായിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം സെക്ഷൻ 62 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. സെക്ഷൻ 62 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ 62 ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഫ്ലൂയിഡ് റിസോഴ്സസ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, റിസർവ് ഫണ്ട് ഉണ്ട്, എഡ്യൂക്കേഷൻ ഫണ്ടാണ് ഓപ്ഷൻസിലുള്ളത്. സെക്ഷൻ 62 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 62 ഗ്രാറ്റുവിറ്റി. അപ്പോൾ ആ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പ്രൊവിഡൻറ്റ് ഫണ്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്രാറ്റുവിറ്റിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 62 ഗ്രാറ്റുവിറ്റിയായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 92 വരുന്നത് ഡാഷ് ഓഫ് ദ KCS ആക്ട് ഡീൽസ് വിത്ത് ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് ബാങ്ക്സ് ക്ലെയിം. അതെന്തുമായി ബന്ധപ്പെട്ടാന്നാണ്, ഏത് സെക്ഷനാണ് അതിനെക്കുറിച്ച് പറയണമെന്നാണ് 92ാമത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സെക്ഷൻ 37 വരുന്നത് കേട്ടോ. സെക്ഷൻ 37 ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് ബാങ്ക്സ് ക്ലെയിം എന്ന് പറയണത് സെക്ഷൻ 37 സെക്ഷൻ 37 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഉള്ളത് എ പറയുന്നത് സെക്ഷൻ 38 അപ്പോൾ സെക്ഷൻ 38 ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ് എന്നതാണ് സെക്ഷൻ 38 കേട്ടോ. പിന്നെ സെക്ഷൻ 37 പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 37 ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഡിഡക്ഷൻ ഫ്രം സാലറി ഓഫ് ഡെപ്റ്റേഴ്സ് എന്നുള്ളത്. ഡിഡക്ഷൻ ഫ്രം സാലറി ഓഫ് ഡെപ്റ്റേഴ്സ് ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ സൊസൈറ്റിയാണ് ഏബിൾ ടു റിക്കവർ ഡ്യൂസ് ഫ്രം ദ സാലറി ഓഫ് എ ഡീഫോൾട്ടർ. ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്നും പിടിച്ചടക്കേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. റൂൾ 52 അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻ പറയുന്നത് സെക്ഷൻ 41 കേട്ടോ. സെക്ഷൻ 41 പറയണത് എക്സംഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സെക്ഷൻ 41 പറയണത്. സെക്ഷൻ 42 പറയണത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ഓൺ പർച്ചേസ് ഓഫ് ഷെയർസ് ആണ്. അതായത് ഈ എക്സെപ്ഷൻസ് 2 തരത്തിൽ, അതായത് 40ഉം 41. സെക്ഷൻ 40 എക്സെപ്ഷൻ ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും ചില കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് സെക്ഷൻ 40. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ 37 തൊട്ട് നമ്മൾ ജസ്റ്റ് നോക്കാം. 37 പറയണത് ഡിഡക്ഷൻ ഫ്രം സാലറി ഓഫ് ഡെറ്റേഴ്സ് ആണ്. ചീഫ് എക്സിക്യൂട്ടീവാണ് അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു നമ്മൾ. 38 പറയണത് ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ് ആണ്. 39, 40, 41 ഈ ഒരു എക്സെപ്ഷൻസ് കേസ് പറയണം കേട്ടോ. 39 പറയണത് ഷെയർസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു ബി അറ്റാച്ച്ഡ്. അറ്റാച്ച് ചെയ്യാൻ പാടില്ല എന്ന്, അതായത് നോബഡി ക്യാൻ അറ്റാച്ച് ദ റിസർവ് ഫണ്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയണത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 39 കേട്ടോ. അപ്പം 37 നമ്മൾ പറഞ്ഞു ഡിഡക്ഷൻ ഫ്രം സാലറി ഓഫ് ഡെറ്റേഴ്സ്. 38 ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ്. 39 എന്ത് അറ്റാച്ച് ചെയ്യാൻ പാടില്ല? റിസർവ് ഫണ്ട്, ഷെയർസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു ബി അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് 39. പിന്നെ 40, 41 എക്സെംഷനാണ്. 40 എക്സെംഷൻ ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി, 41 എക്സെപ്ഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ കുറച്ച് സെക്ഷൻ നീങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഇതിൽ പറഞ്ഞിട്ടുള്ള 42 തൊട്ടിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷനുമായി ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ വരും. 43 ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ഇൻ പർച്ചേസ് ഓഫ് ഷെയർസ് വരും. പിന്നെ 44 PSPF ആണ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണ്. 45 എന്താണ്? സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണ്. 46 അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ് ആണ്.
47 ലയബിലിറ്റീസ് ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ് ആണ്. 48 റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ആണ്. 49 ഇൻഡെംനിറ്റി ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ആണ്. 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഡിവിഡൻഡ് ആണ്. പിന്നെ 51 52 ഡിസ്പോസൽ ഓഫ് ഫണ്ട്സ് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. 52 എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി. 53 പറയണത് അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്. 54 പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻസ് ഓവർ റൈഡ് ചെയ്യുന്നു മറ്റ് ലോസുമായി ബന്ധപ്പെട്ട്. 55 ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള 55 സെക്ഷൻ നമ്മൾ വെറുതെ പറഞ്ഞതാണ്. ഓർഡറിൽ നിങ്ങൾ ഓർത്തോർത്ത് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.